ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ എണീച്ച പൊരൻ്റെ കോലാണ് കേട്ടോ അത്. എന്താ പറയുക, എല്ലാവരും സ്കൂൾ പോക്കും പണിക്കൊക്കെ കഴിഞ്ഞാൽ പൊരൻ്റെ അവസ്ഥ അതാണ്. എല്ലാം കൂടി തലകുത്തി മറിച്ചിടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടി ഞാൻ ഒരു മാജിക് കാണിച്ചിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഡിങ് ഡിങ് ഇതാക്കി ക്ലീൻ ചെയ്യാൻ ഞാൻ മജീഷ്യനുമല്ല, ഇത് മാജിക് ഷോയുമല്ല. കഷ്ടപ്പെട്ട് ഓടി നടന്ന് പറക്കും തലക്ക് പോലെ നടന്നിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ ക്ലീൻ ചെയ്ത ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാൻ നമ്മൾ വേഗം അടുക്കളയിൽ പോയി ഒരു ദോശയൊക്കെ ചുട്ടങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് എമ്മി ഇത് അടുപ്പിൻ്റെ മൂലയൊക്കെ കുത്തിൻ്റെ പൊരിയൊക്കെ തിന്ന് ചാമ്പുന്നുണ്ട്. പിന്നെ ആണ് ഒരു പെട്ടി വന്നത്. ഉമ്മച്ചിൻ്റെ അൺബോക്സിങ് കണ്ട എന്തല്ലേ. പിന്നെ എന്ത് സാധനം വന്നാലും അതിൻ്റെതായാലും ആരതായാലും ഒന്ന് പൊളിച്ചു നോക്കിയില്ലെങ്കിൽ ഒരു വല്ലാത്ത തരം ഒരു നിർബന്ധി കുറവാണ്. പൊളിച്ചെല്ലാം കൊണ്ട് നിരത്തി വെച്ചാൽ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ ഒരു അലമാരയാണ്. കുറേ തിരിച്ചു മറിച്ച് നോക്കി നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നെ കൊണ്ട് കൂടാൻ കൂട്ടിയില്ല എന്ന് തോന്നി. അപ്പം ഞാനത് അവിടെ വെച്ചങ്ങ് പോകുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ ചുവന്ന ഈ കുട്ടനെ കണ്ടത്. താത്ത കൊണ്ടെത്തന്നാണ് നമ്മളെ എമിക്ക് കൊടുക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ആര് തിന്നാലും കുഴപ്പമില്ലല്ലോ. എമി തിന്നാലും ഞാൻ തിന്നാലും ഒരുപോലെയാണല്ലോ. പിന്നെ എന്താണെന്നറിയില്ല, വീട്ടിൽ വന്ന ഒരു വല്ലാത്തൊരു വിശപ്പിൻ്റെ അസ്കിത. എന്ത് കണ്ടാലും തിന്നണം എന്നൊരു ടെൻഡൻസിയാണ്. പിന്നെ ഉമ്മാമ കൊണ്ടുവന്ന് കുറച്ച് പൊരിയൊക്കെ എടുത്ത് തിന്ന് ഞാനും മോനും കൂടി അവിടെ ഉമ്മാരത്ത് കുത്തിന്. അതിൻ്റെ ഇടയിൽ കൂടി ഇഞ്ച മോനിക്ക് നല്ല പണി ഒപ്പിച്ച് തന്നിട്ട് ഉമ്മ ചെടിച്ചാരി പോയതാണ്. ഇനി ഉമ്മ കാണുന്നതിന് ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഇത്രയ്ക്കുള്ളൂ.